ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഒരു കൊപ്രായം കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. ഞാൻ ഇന്നും വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ട് വന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്തെന്ന് വെച്ചാൽ കൈപ്പക്ക ഉപ്പേരിയാണ് ഗൈസ്. അപ്പോൾ കൈപ്പക്ക ഉപ്പേരി കൈപ്പക്ക നമ്മളെ നാട്ടിൽ കൈപ്പക്ക എന്ന് തന്നെ പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ എന്തായി ഇങ്ങനെ മണ്ടത്തരം കാണിക്കുന്നതെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഞാൻ സാധാരണയായിട്ട് ഞാൻ സൗണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഇത് ഇപ്രാവശ്യം ഞാൻ എന്തെങ്കിലും സ്പീക്കർ അടിച്ച് പോയിട്ടുണ്ട് ഗൈസ്, ഫോണിൻ്റെ സ്പീക്കർ പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പിന്നെ ഇതിന് വോയിസ് ഓവർ കൊടുക്കാൻ വിചാരിച്ചു. അങ്ങനെ ഞാനിങ്ങനെ എല്ലാ ആക്ഷൻ ആയിരിക്കും കേട്ടോ എൻ്റെ ഈ മൊത്തം വീഡിയോ ഫുള്ളായിട്ട്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഫുള്ളായിട്ട് കാണാം. അപ്പോൾ വീഡിയോസ് കാണുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഫുള്ള് കൈപ്പൊക്കെ മൊത്തം മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് മെയിനായിട്ട് ചേർക്കേണ്ട ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് പുളി. നമുക്ക് നല്ല വെള്ളത്തിൽ കുറച്ച് സമയം പുതിർത്ത് വെക്കണം കേട്ടോ. കാരണം നമുക്ക് പുളിവെള്ളം അതിൽ ഒരു ഇമ്പോർട്ടൻറ്റ് ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഞാൻ പറഞ്ഞു. അപ്പോൾ പുളിവെള്ളം അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ ഒരു പാത്രത്തിലേക്ക് മുറിച്ച് വെച്ചിട്ടുള്ള കൈപ്പക്ക, പിന്നെ അതേപോലെ പച്ചമാങ്ങ, നല്ല പുളിയുള്ള പച്ചമാങ്ങ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം നല്ല പുളി ഉണ്ടായാൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കൈപ്പക്ക. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പാത്രം എടുത്തു, ഗ്യാസിലോട്ട് വെക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. ഉപ്പ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് പൊടി ഉപ്പായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മ പറഞ്ഞ് പൊടി ഉപ്പ് ഇട്ടാൽ കണക്കറിയില്ല. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിന് അതിനേക്കാളും നല്ലത് കല്ലുപ്പ് തന്നെയാണ്. കല്ലുപ്പിടുക. കല്ലുപ്പാകുമ്പോൾ അത് ഉപ്പിട്ടത് അമ്മ തന്നെ കേട്ടോ, ഞാനല്ല. അപ്പോൾ അമ്മ ഇട്ടാൽ അത് കറക്റ്റ് ആവുമെന്ന് വെച്ചിട്ട് അമ്മ തന്നെ ഇട്ടാണ്. അപ്പോൾ ഉപ്പിട്ടു. പിന്നെ അടുത്തതായിട്ട് ഇടേണ്ടത് മഞ്ഞൾപ്പൊടി നല്ലതാണ്. മഞ്ഞൾപ്പൊടി എല്ലാ പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുത്താലും നല്ല ഒരു അടിപൊളി ഒരു സംഭവമാണ് മഞ്ഞൾപ്പൊടി. എല്ലാം അറിയുമായിരിക്കുമല്ലോ എല്ലാവർക്കും. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് മഞ്ഞൾപ്പൊടി. അതും അമ്മ തന്നെയായിട്ട് ഇടുന്നത്. അപ്പോൾ ഇതിൽ എന്താ പറയണ്ടേ, ഈ സംഭവങ്ങളെല്ലാം അമ്മ തന്നെയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നുള്ളത്. ഞാനിങ്ങനെ എടുത്തു കൊടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് എന്താക്കുന്നത് അമ്മ, ഒരു മഞ്ഞൾപ്പൊടീൻ്റെ ഒരു കട്ട ഉണ്ടായിരുന്നു, അത് അമ്മ കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ടാണ്. ആവശ്യത്തിന് നമുക്ക് പുളിവെള്ളം ചേർത്തു, ആവശ്യത്തിന് വേണ്ട നമുക്ക് കുറച്ച് പച്ചവെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഉപ്പിട്ട് നമുക്ക് കുറച്ച് സമയം അടച്ച് വെക്കാം കേട്ടോ. അടച്ച് വെച്ചിട്ട് നമുക്കത് വേവുന്ന ആ ഒരു ടൈം നോക്കി അതിൻ്റെ ഇടയിൽ നമുക്ക് ഇത് പോയി നോക്കാം കേട്ടോ. കയ്പ്പ് നല്ലോണം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അതിലേക്ക് പുളിവെള്ളം ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. അങ്ങനെ നോക്കാം. ആ സമയത്ത് നമുക്ക് അതിനാവശ്യമായിട്ടുള്ള തേങ്ങ കൂടി നമുക്ക് ചിരകി വെക്കാം. അപ്പോൾ തേങ്ങ ഞാൻ ഓൾറെഡി ചിരകി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനായിട്ട് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം അതിൻ്റെ ആവിയെല്ലാം വന്നു. അപ്പോൾ അത് ഏകദേശം അതിൻ്റെ വെള്ളം ആറി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നോക്കാം നമുക്കിത് വെന്തിട്ടുണ്ടോയെന്ന്. ഇപ്പം ഞാൻ ഈ പാത്രം അടപ്പെടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഇതിൻ്റെ വെള്ളം കുറച്ചൊന്നും അങ്ങോട്ട് വറ്റാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ഒരു സമയമാകുമ്പോഴത്തേക്ക് നമുക്കിതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. തേങ്ങ കുറച്ച് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അതിലുണ്ട്. അപ്പോൾ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കുക. തേങ്ങ ഇട്ടിട്ട് നല്ല വാങ്ങൽ നമുക്ക് അതിനിങ്ങനെ ഇളക്കി മറിച്ചെടുക്കണം കേട്ടോ. കാരണം അതിൻ്റെ പുളിയും കയ്പ്പും എല്ലാം മിക്സെല്ലാം മൊത്തത്തിൽ ആ തേങ്ങയിലേക്ക് ഒന്നെല്ലാം പിടിച്ച് വന്ന് നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കയ്പ്പക്കുപ്പേരി. ഈ നരമ്പൻ ഉപ്പേരിനേക്കാളും ഭയങ്കര ഇഷ്ടമാണ് കയ്പ്പക്കുപ്പേരി. അപ്പോൾ കയ്പ്പക്കുപ്പേരി പലതരത്തിൽ വെക്കാം കേട്ടോ. നമ്മളിപ്പോൾ വെക്കാൻ പോകുന്നത് ക്രഷ് ചെയ്ത മുളകില്ലേ, ക്രഷ് ചെയ്ത മുളക് ഇങ്ങനെ എണ്ണയിൽ വറുത്തിട്ടിട്ട് വെക്കുന്നതാണ്. അപ്പോൾ അങ്ങനെയും വെക്കാം. അതുപോലെ കൈപ്പക്കേൻ്റെ കൂടെ പച്ചമുളക് ഇട്ടിട്ട് തേങ്ങേൻ്റെ കൂടെ വെളുത്തുള്ളി ചതച്ചിട്ടിട്ട് അങ്ങനെയും വെക്കാം. അതും നല്ല ടേസ്റ്റാണ്. എങ്ങനെ വെച്ചാലും ടേസ്റ്റാണ്. കൈപ്പക്ക ഇഷ്ടമുള്ളവർക്ക് കൈപ്പക്ക എങ്ങനെ വെച്ചാലും ടേസ്റ്റ് ആയിരിക്കും. അതുപോലെ കൈപ്പക്ക ഇഷ്ടമില്ലാത്തവർക്ക് അത് ഏത് രീതിയിൽ വെച്ചെങ്കിലും ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ നമുക്ക് അത് ഏകദേശം അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നന്നായിട്ട് നമുക്കിങ്ങനെ അതിൻ്റെ വെള്ളമൊക്കെ ആറ്റിയിട്ട് നല്ല ഡ്രൈ ആയിട്ട് എടുക്കാം കേട്ടോ. ഇങ്ങനെ ഇളക്കി എടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്കിതിനെ വറുത്തിടണമല്ലോ. വറുത്തിടാൻ വേണ്ടിയിട്ട് ഒരു പാത്രം എടുക്കുക, അതായത് വറുക്കുന്ന പാത്രമില്ലേ, അപ്പോൾ അതെടുക്കുക. അതിൻ്റെ ഇടയിൽ ഞാൻ ടേസ്റ്റിൽ നോക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് അതിൻ്റെ ടേസ്റ്റിൽ നോക്കുന്നുണ്ട്. ഓക്കെ ആണെന്നുള്ള ഒരു രീതിയിലാണ്. അപ്പോൾ നമുക്കത് വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ അപ്പോൾ അതിലേക്ക് മെയിൻ ഇതും കൂടി അത്യാവശ്യമാണ്. കറിവേപ്പില ഇട്ട് കൊടുത്താൽ നല്ലൊരു മണമായിരിക്കും. വറുക്കുന്നതിന് മുന്നേ നമുക്ക് അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്താലും നല്ലതാണ്, വറുക്കുന്നതിലേക്ക് ഇട്ട് കൊടുത്താലും നല്ലതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു പാത്രത്തിലേക്ക് കടുകും അതേപോലെ ക്രഷ് ചെയ്ത മുളകും വെളുത്തുള്ളി ഈ സംഭവമല്ല കേട്ടോ വറുക്കേണ്ടത്. അപ്പോൾ ഞാനൊരു പാത്രത്തിൽ വെളുത്തുള്ളി അതുപോലെ ക്രഷ് ചെയ്ത മുളകും ചതച്ച് വെച്ചിട്ടുണ്ട്. അതിലേക്ക് അതിനാവശ്യമുള്ള എണ്ണ കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ
ഈ മുളക് പൊടി അമ്മയാട്ടോ എടുത്തത്, അപ്പോൾ ഞാനല്ല. അതിന് കറക്റ്റ് അളവിന് വേണ്ടി അളവ് നോക്കിയിട്ട് അമ്മയാണ് അത് എടുത്ത് ചതച്ച് വെച്ചത്. അപ്പോൾ അത് എണ്ണ ഒഴിച്ച് കൊടുത്തു. എന്നിട്ട് നമുക്ക് സ്റ്റൗവിലേക്ക് വെക്കാം. സ്റ്റൗവിലേക്ക് വെച്ചു. ഇനി നമുക്ക് തീ കത്തിക്കാട്ടോ. തീ കത്തിച്ചു. പിന്നെന്താ, അപ്പോൾ അത് നന്നായിട്ടൊന്ന് ആയി വരട്ടെ, എണ്ണ ചൂടായിട്ട് വരട്ടെ കേട്ടോ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സ്റ്റൗവിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇത് വെന്ത് വരട്ടെ കേട്ടോ. അതിലുള്ള വെളുത്തുള്ളിയും അതേപോലെ ആ ക്രഷ് ചെയ്തിട്ടുള്ള മുളക് നന്നായിട്ടൊന്ന് എണ്ണയിൽ ഇങ്ങനെ കാഞ്ഞ് വരണം. അപ്പോൾ നമുക്ക് അതിലേക്ക് പിന്നെ കടുക് ഞാൻ ഇടുന്നില്ല കേട്ടോ. ഞാൻ കടുക് ഇടാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ അപ്പോൾ അമ്മ പറഞ്ഞു കടുക് വേണമെന്നില്ല. അങ്ങനെ കടുക് അതിൽ നിന്ന് ഒഴിവാക്കി. അങ്ങനെ അത് കുറച്ച് നന്നായിട്ട് വെന്ത് വരുമ്പോൾ നമുക്ക് കറിവേപ്പില ഇടാം കേട്ടോ. അപ്പോൾ കറിവേപ്പില ഞാനങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ഇത് നന്നായിട്ട് കുറച്ച് ഫുള്ള് ബ്ലാക്ക് കളറാകണ്ട, കുറച്ചൊരു ബ്രൗൺ കളർ ആകുമ്പോൾ നമുക്കറിയാമല്ലോ, വെളുത്തുള്ളിയെല്ലാം ഒന്ന് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഈ എടുത്ത് വെച്ചിട്ടുള്ള പിന്നെ കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ചട്ടിയിലേക്ക് മറിച്ചിടാം. പിന്നെന്താ, അപ്പോൾ എണ്ണയൊക്കെ നന്നായിട്ട് കൂടി പോകാണ്ട് നോക്കണം. അപ്പോൾ ആവശ്യത്തിന് മാത്രമല്ലോ എടുക്കുക. അപ്പോൾ നമുക്ക് കൈപ്പക്കയിലേക്ക് നമുക്കത് കൂടി ഇട്ട് കൊടുക്കുക. നല്ലൊരു മണാട്ടോ. നമുക്ക് പിന്നെ വറവിൻ്റെ നല്ലൊരു സ്മെല്ലല്ലേ. എനിക്ക് മറ്റു രീതിയിൽ വെക്കുന്നതിനേക്കാളും ഇഷ്ടം ഇതാ കേട്ടോ. മുളക് ഇട്ടിട്ട് വെക്കുന്നതിനേക്കാളും ഇഷ്ടം ഇതാ. അപ്പോൾ ഒരാൾക്ക് ഓരോരോ ഇഷ്ടമായിരിക്കും. അപ്പോൾ അത് അതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് നന്നായിട്ട് കൈപ്പക്ക അതിലേക്ക് ഫുള്ള് മിക്സ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ ഈ ഒരു കൈപ്പക്ക ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ഇത് വീട്ടിൽ ചെയ്യുന്നൊരു കറിയായിരിക്കും. അപ്പം ഞാൻ ചെയ്യുന്നത് കാണിച്ചെന്നേ ഉള്ളൂ, അത്രയേ ഉള്ളൂ. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.